ചാനൽ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയൊരുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ക്ലാസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പനിയായിരുന്നു, ഇപ്പം പനിയൊക്കെ മാറി, ജലദോഷമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മാറി വരുന്നു. ഇന്ന് രാത്രിയും കൂടെ കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. സോ ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞിച്ചിരുത 6th സ്റ്റാൻഡേർഡിൻ്റെ കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നൊരു പാഠം ആയിരുന്നല്ലോ. കുഞ്ഞിച്ചിരുതയല്ലല്ലോ, നെയിംസ് ആൻഡ് നെയിംസ്, അത് തന്നെ ആ ഒരു പാഠമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ അകത്തെ ആക്ടിവിറ്റി 1 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുമ്പേ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ സൈഡിൽ. ഓക്കെ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലും ചെയ്യാം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏകദേശം ഒരു 11 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പം നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോകാം. സോ ആക്ടിവിറ്റി 1, the school is closed for the vacation. എന്താണ് വെക്കേഷൻ? ആ സ്കൂളൊക്കെ അടച്ചു. ഓക്കെ, കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ഓൺടോയിനേറ്റ്, അത് തന്നെ അവളുടെ പേര്. നമുക്ക് ആൻറ്റോയിനേറ്റ് എന്ന് വിളിക്കാം. നിങ്ങൾ പറയുമ്പോൾ ഓൺടോയിനേറ്റ് എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആൻറ്റോയിനേറ്റ് എന്ന് സിമ്പിളായിട്ട് വിളിക്കാം. സോ ഹെർ ഫ്രണ്ട് ആൻറ്റോയിനേറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്, but they still stay connected through text messages. Here's a peek at their chat. അതായത് അവള് കുഞ്ഞിച്ചിരുത കേരളത്തിലും ആൻറ്റോയിനേറ്റ് ഫ്രാൻസിലുമാണ്. ആൻറ്റോയിനേറ്റ് ഓൺടോയിനേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കത് പറയാൻ വയ്യ. സോ ആൻറ്റോയിനേറ്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കുമ്പോൾ എന്ത് വിളിക്കാം? ഓൺടോയിനേറ്റ്. ഓക്കെ, അപ്പം അവളുടെ ഫ്രണ്ടായിട്ടുള്ള ഓൺടോയിനേറ്റ് ഫ്രാൻസിലും കുഞ്ഞിച്ചിരുത കേരളത്തിലും ആണ്. അപ്പം പക്ഷെ അവരെന്ത് ചെയ്തിരുന്നു? ടെക്സ്റ്റ് മെസ്സേജസ്, ആ ഒരു സമയത്തൊക്കെ ഫോൺ ഉണ്ടല്ലോ, ഇതേപോലത്തെ ഫോൺ. അപ്പം ഇതേപോലത്തെ ഫോണിലൂടെ ഞാനായിരുന്നാലും എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇപ്പോഴും മെസ്സേജൊക്കെ അയക്കും, ഞാൻ പോവാത്ത സമയത്തൊക്കെ. അപ്പം എന്താണ്, അതുപോലെ ഇവർ രണ്ടുപേരും കൂടെ ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിയർസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്, അതായത് ഇവിടെ ചെറിയ ഭാഗമുണ്ട് അവരുടെ ചാറ്റിനെ പറ്റിയിട്ട്. സോ നമുക്കതൊന്ന് വായിക്കാം. അതിന് മുമ്പേ ബാങ്ക് വെക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ നോക്കിക്കോളാം. ആദ്യമേ ഈ ഒരു സൈഡിൽ കാണുന്ന എല്ലാം കുഞ്ഞിച്ചിരുതയുടെ ആണ് കേട്ടോ. കുഞ്ഞിച്ചിരുത. സോ കുഞ്ഞിച്ചിരുത പറയാണ്, ഹായ് ആൻറ്റോയിനേറ്റ്, ഹൗസ് എവരിത്തിങ് ഗോയിങ്. അപ്പം ആൻറ്റോയിനേറ്റ് ചോദിക്കുകയാണ് ഹായ്, കുഞ്ഞിച്ചിരുത ചോദിക്കുകയാണ് ഹായ് ആൻറ്റോയിനേറ്റ്, ഇങ്ങനെയെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നു, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്മൈലിയുടെ എമോജിയൊക്കെ ഇടുവാണ്. ഓക്കെ, നമ്മളാണെങ്കിലും കരയുന്നതും ചിരിക്കുന്നതൊക്കെ ഇടുമല്ലോ. ഹായ്, ഇറ്റ്സ് സോ നൈസ് ഹിയർ, ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു, ഹൗസ് കേരള? എന്താണ് ഇവിടെ ആൻറ്റോയിനേറ്റ് പറയാണ്, ഇവിടെ സുഖം തന്നെയാണ്, നല്ല യമ്മിയായിട്ട് നല്ല സ്വാദേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയാണ്. ഇനി കേരളത്തിലോ, നിനക്കെന്താ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ് എന്താണ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോസാസ്, മിസ് യു ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും സുഖമാണ്, ഇവിടെ ഒരുപാട് തെങ്ങുകൾ, അതുപോലെ തന്നെ അമ്മയുടെ ദോശ, അത് ഭയങ്കര ടേസ്റ്റാണ്, പിന്നെ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു പറയാണ്. ഓ മിസ് യു ടു. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ നമ്മളിങ്ങനെ പറയത്തില്ലേ, മിസ് യു ടു, ഇങ്ങനെ ഒരു ക്യൂട്ട്നെസ് ഇട്ട് പറയൂലേ, ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ട് ഒരു പപ്പീനെയൊക്കെ കാണുമ്പോൾ പറയൂലേ, വാട്ട് എ ക്യൂട്ട് പപ്പി എന്നൊക്കെ. അതുപോലെ ഇവിടെ പറയാണ്, മിസ് യു ടു, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഗസ് വാട്ട്, ഐ തോട്ട് മൈ മോം ടു സേ യുവർ നെയിം. എന്താണ് ഞാൻ. അപ്പം ആൻറ്റോയിനേറ്റ് പറയാണ്, നിന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, നിനക്കറിയാമോ, നീ ഒന്ന് ചിന്തിച്ചേ, ഞാൻ നിന്റെ പേര് പറയാൻ എൻ്റെ അമ്മേനെ പഠിപ്പിച്ചു എന്ന് പറയാണ്. ദാറ്റ്സ് അമേസിങ്, ഐ തോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. അതായത് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ്, അത് നല്ലതായിട്ടുണ്ട്, ഞാനും എൻ്റെ അമ്മേനെ നിന്റെ പേര് പറയാൻ പഠിപ്പിച്ചു എന്ന് പറയാണ്. രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവർ തുള്ളിച്ചാടുകയാണ്, എന്ന് പറഞ്ഞിട്ട് അവര് when are you going back to New Jersey? നീ എപ്പോഴാണ് തിരിച്ച് ന്യൂജേഴ്സിയിലോട്ട് പോകുന്നത്? In 2 weeks.
വാട്ട് അബൌട്ട് യു, ഡു യു മിസ് ന്യൂ ജേഴ്സി? എന്താണ്, ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ പോവും. നീയോ, നീ ന്യൂ ജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ? I miss hanging out with friends. Like hanging out എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരുമിച്ച് സമയം ചെലവഴിക്കുക. എന്താണ്, ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ ഒരുമിച്ച് ചെലവഴിക്കുന്നത് വളരെയധികം മിസ് ചെയ്യുന്നു. സ്കൂൾ ആക്ടിവിറ്റീസ്, ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. അതായത് പിന്നെ സ്കൂൾ ആക്ടിവിറ്റീസ്, പിന്നെ പ്രകാശ് ചേട്ടൻ്റെ കടയിലെ, പ്രകാശ് അങ്കിളിൻ്റെ കടയിലെ, നമ്മൾ പഠിച്ചല്ലോ പ്രകാശ്. അപ്പം പ്രകാശ് അങ്കിളിൻ്റെ കടയിലെ എന്താണ് ഐസ്ക്രീം. ഓക്കെ, എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായിരുന്നാലും ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരിച്ചു പോകും. ഡീൽ, കാൺട്ട് വെയിറ്റ്, സീ യു സൂൺ. ഓക്കെ, സെറ്റ്. ഞാനിങ്ങനെ പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ. അവർ പറയും, എടി നാളെ വരടേ, നീ എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഓക്കെ സെറ്റ് സെറ്റ് എന്ന് പറയാം. അതിനിവിടെ പറയുന്നത് ഡീൽ, കാൺട്ട് വെയിറ്റ്. അതായത് ഡീൽ, എനിക്ക് കാത്തിരിക്കാൻ വയ്യ, നമുക്ക് എന്തായിരുന്നാലും അടുത്ത് തന്നെ കാണാം. ഓക്കെ, സീ യു സൂൺ. അപ്പം ആന്റോണിയേറ്റും പറയാണ് ഓക്കെ സീ യു സൂൺ, നമുക്ക് പിന്നെ കാണാം. ഇതൊരു കോമിക് സ്ട്രിപ്പ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പടം. എന്തായിരുന്നാലും കോമിക് സ്ട്രിപ്പ് അല്ല, കോമിക് സ്ട്രിപ്പ് വേറെയാണ് കേട്ടോ. കോമിക് സ്ട്രിപ്പിന് ഹെഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കോമഡിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കോമഡി ആയിട്ട് വേറെ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല. സോ ഓക്കെ, അപ്പം ഇനി ആക്ടിവിറ്റി 1ന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ പെയർസ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകാൻ ഈ ഒരു ആഴ്ചയിൽ പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ, നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടിരുന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. സോ ഇവിടെ നോക്കോളാം. ആദ്യമേ ഞാൻ പറയുവാണ് കേട്ടോ, ഞാനാണ് ഇവിടുത്തെ യു എന്ന് പറയുന്നത്. ഓക്കെ, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഹായ്, നീ എന്താ ഈ വീക്കെൻഡിൽ ചെയ്യുന്നേ എന്ന് പറയാണ്. ഫ്രണ്ട്, ഐ ആം നോട്ട് ഷുവർ ഇറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? എന്താണ്, ഞാൻ അത്ര തീർച്ചയൊന്നും ഇല്ല എനിക്ക് വരാൻ പറ്റുമെന്ന്. നിനക്ക് എന്താ പുറത്ത് പോകണോ? ഓ ഇറ്റ്സ് ഗ്രേറ്റ്, അത് കൊള്ളാം. ഐ ഡു വാണ്ട് ടു ഹാങ് ഔട്ട്, എനിക്ക് പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പം ഫ്രണ്ട് പറയുകയാണ്, ഹൗ അബൌട്ട് ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ? നാളെ പാർക്കിൽ പോകുന്നതിൽ നിന്റെ അഭിപ്രായം എന്താ? ഇങ്ങനെ വലിയ പിള്ളേരൊക്കെ പോലെയൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. യോ ഓക്കെ, വണ്ടർഫുൾ, മേ ബി വി ക്യാൻ ഈറ്റ് അവർ ലഞ്ച് അറ്റ് നിയർ ബൈ റെസ്റ്റോറൻറ്റ്. പറയാണ്, അത് കൊള്ളാം, നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് അടുത്തുള്ള അവിടെ ഇരുന്ന് നമുക്ക് ലഞ്ചും കഴിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയും, ഓ ഇറ്റ്സ് നൈസ്, ആഫ്റ്റർ ലഞ്ച് വി ഹാവ് ടു വിസിറ്റ് ദ അക്വേറിയം. അത് കൊള്ളാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലഞ്ച് കഴിച്ചിട്ട് അക്വേറിയം വിസിറ്റ് ചെയ്യാനും കൂടെ പോകാം. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഐ ആം എക്സൈറ്റഡ് ടു. ഞാൻ കേട്ടോ യു. അപ്പം ഞാൻ പറയും, സൗണ്ട് ഫൺ, കാൺട്ട് വെയിറ്റ് ഫോർ ടുമോറോ. ഓ എന്ത് രസമായിരിക്കും, നമുക്ക് നാളെ എനിക്ക് എന്താണ് നാളത്തേക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറയാണ്. അപ്പം ഫ്രണ്ട് പറയും, ഐ ആം എക്സൈറ്റഡ് ടു, ടുമോറോ വി ക്യാൻ മീറ്റ് അറ്റ് ദ പാർക്ക് അറ്റ് 10 o'clock. അതായത് അവൾ പറയാണ്, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇവർക്ക് അമ്മയും അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിക്കണ്ടേ എന്താ എനിക്ക് ചൂട് അയ്യോ. അപ്പം ഐ ആം എക്സൈറ്റഡ് ടു, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ നമുക്ക് പാർക്കിൽ വെച്ച് 10 മണിക്ക് കാണാമെന്ന് പറയാണ്. ഇവർക്ക് അമ്മയും അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കണ്ടേ, നിന്നെയൊക്കെ ആയിരുന്നെങ്കിൽ അടിച്ച് വീട്ടിൽ ഇരിക്കുകയാണ്. സോ യു ഓക്കെ ഡൺ, സീ യു ടുമോറോ, ബൈ. അപ്പം പറയാണ്, സെറ്റ്, നമുക്ക് നാളെ കാണാം, ബൈ എന്ന് പറയാണ്. അപ്പോൾ ഫ്രണ്ട് പറയും ബൈ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. ഫ്രണ്ട് കുറച്ച് ജാടക്കാരിയാണെന്ന് തോന്നുന്നു, ഒന്നും അങ്ങനെ പറയില്ല, ബൈ എന്ന് പറഞ്ഞിട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇമെയിലും കൂടെ എടുക്കാമെന്ന് വെച്ചതാണ്, പക്ഷേ ഇമെയിലും കൂടെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ നീണ്ട് പോവും, കടലിൽ പോലെ ഇങ്ങനെ നീണ്ട് വികർന്ന് കിടക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.